ആനന്ദ്. അച്ഛാ, എന്താ എന്റെ മരുമകളുടെ ടെൻഷനൊക്കെ മാറിയോ? അഖിലയുടെ ചരടും പൂജയും ഫലം കാണിക്കാതിരിക്കില്ല. അതുമാത്രമല്ല, അഖില പറഞ്ഞതുപോലെ കല്യാണി ആനന്ദ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ ബ്രാൻഡ് അംബാസഡർ സ്ഥാനമൊക്കെ ഏറ്റെടുത്ത് എൻഗേജ്ഡ് ആവുമ്പോ എല്ലാം മാറിക്കൊള്ളും. ആനന്ദ്, വൈകാതെ നീയും കമ്പനി കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു തുടങ്ങണം. അച്ഛാ, അത് ഞാൻ അറിയാം. നീ പുതിയതായി തുടങ്ങിയ കമ്പനിയുടെ കാര്യമില്ലേ, അത് ഇതിനോടൊപ്പം നടന്നോളൂ. ഞാൻ ഇങ്ങോട്ടൊന്ന് കാര്യം പറഞ്ഞു. ദേ, ഈ ടാബ്ലറ്റ് ഡോക്ടർ തന്നതാ. ഇത് കഴിച്ചിട്ട് വേണം ഉറങ്ങാൻ. പിടിക്ക. കഴിക്കണം. അഖില ഓർമ്മിപ്പിച്ച് തന്നു വിട്ടതാ. മൂത്ത മരുമകളുടെ കാര്യത്തിൽ പ്രത്യേകമായ ഒരു കരുതലില്ലേ എന്ന് എനിക്കൊരു തോന്നൽ. ഗുളിക കഴിച്ചിട്ട് ഉറങ്ങിക്കോളൂ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. കഴിക്ക. ഏതായാലും ഇവിടെ ക്യാമറകളൊന്നും പ്രവർത്തിക്കുന്നില്ല. അതാണ് ഏറ്റവും ഗുണകരമായത്. അതിനിത് ധർമാധർമ്മം നോക്കിയുള്ള യുദ്ധമൊന്നും അല്ലല്ലോ. അല്ലെങ്കിൽ തന്നെ എവിടെയാ ധർമ്മം നോക്കി യുദ്ധം നടന്നിട്ടുള്ളത്? ഇതെന്റെ പ്രതികാരമാണ്. ഈ പ്രതികാര കഥയിൽ ഞാൻ നായികയോ പ്രതിനായികയോ എങ്ങനെ വേണമെങ്കിലും ആരും വിധി എഴുതിക്കൊള്ളട്ടെ. പക്ഷേ ഇതിലെനിക്ക് വിജയിക്കണം. വിജയം കണ്ടേ ഞാൻ അടങ്ങും. ആരോ വരുന്നുണ്ട്, വിളിക്കാം. കല്യാണിക്ക് മെഡിസിൻ കൊടുത്തായിരുന്നോ കൃഷ്ണേട്ടാ? കൊടുത്തു നോക്കില്ല. മനസ്സിന്റെ ടെൻഷനൊക്കെ മാറി ഇനി അവളെ ശാന്തമായിട്ട് ഉറങ്ങിക്കോളും. എന്താ കൃഷ്ണേട്ടാ ഇത്? എത്രയോ ഇടവപ്പാതിയും മീനച്ചൂടും കണ്ട ആളാ കൃഷ്ണേട്ടൻ. ചെറിയ കാര്യങ്ങൾക്ക് ഇങ്ങനെ തളർന്നാലോ? മക്കളുടെയും മരുമക്കളുടെയൊക്കെ കാര്യം വരുമ്പോ ഞാൻ മാത്രമല്ല, ഏതൊരു പിതാവിനും ഇതേ അവസ്ഥയൊക്കെ തന്നെയാ. അത് പ്രകടിപ്പിക്കുന്നില്ല എന്നേ ഉള്ളൂ. അതിന് അത്ര വലിയ പ്രശ്നങ്ങളോ പ്രതിസന്ധികളോ ഒന്നും ഇപ്പൊ ഇവിടെ ഇല്ലല്ലോ കൃഷ്ണേട്ടാ. അച്ഛനും അമ്മയും നഷ്ടപ്പെട്ട കുട്ടിയാവൾ. ആ സ്നേഹം കൂടെ കൊടുക്കാൻ ഉത്തരവാദിത്വമുണ്ട് നമുക്ക്. ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥകൾ എല്ലാവർക്കും ഉണ്ടാകാവുന്നേ ഉള്ളൂ കൃഷ്ണേട്ടാ. ദേ നോക്ക് കൃഷ്ണേട്ടാ, കല്യാണി സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ ചിലപ്പോ ഒരല്പ സമയമെടുത്തെന്ന് വരും. അവളെ നമ്മുടെ ആനന്ദ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ ബ്രാൻഡ് അംബാസിഡറായി തിരികെ കൊണ്ടുവരുമല്ലേ. അപ്പൊ ഉത്തരവാദിത്വം തിരക്കും ഒക്കെ കൂടും. തിരക്ക് കൂടിയ പിന്നെ ഇതിനെക്കുറിച്ചൊന്നും ചിന്തിക്കാൻ നേരമില്ലല്ലോ. അങ്ങനെ ഇതൊക്കെ അങ്ങ് മാറിക്കോളും. അത്രേ ഉള്ളൂ. മനസ്സിനെ സ്വസ്ഥമാക്കി കൃഷ്ണേട്ടന് ഉറങ്ങാൻ നോക്ക്. ഗുളിക വേണ്ട, ഞാൻ കഴിച്ചു. എന്നാ കൃഷ്ണേട്ടൻ കിടന്നു. അല്ല, അഖില ഉറങ്ങുന്നില്ലേ? എനിക്ക് ഉറക്കം വരുന്നില്ല കൃഷ്ണേട്ടാ. ഞാൻ കുറച്ചുനേരം ആ ബാൽക്കണി പോയിരിക്കട്ടെ. കൃഷ്ണേട്ടൻ ഉറങ്ങിക്കോ. ശരി.
ഹലോ. തൃച്ചംബരം തകർക്കാൻ വന്ന രാജരാജേശ്വരി നിങ്ങളെ അഖിലാമ്മയുടെ അറിയാതെ ഇവിടെ നിന്ന് പറഞ്ഞയക്കാൻ പോവാ. എന്റെ മനസ്സിന്റെ ദയ. അതിനൊരേ ഒരു കാരണമേ ഉള്ളൂ. അഖിലാമ്മയുടെത്തോട് സാദൃശ്യമുള്ള ഈ രൂപം. ദേ, എല്ലാവരും ഉറങ്ങിയിട്ടുണ്ട്. ഇറക്കിക്കൊണ്ട് പോകുന്നതിനിടയിൽ വല്ല അഭ്യാസവും കാണിക്കാൻ ശ്രമിച്ചാൽ എന്റെ മടിയിൽ ഒരു നിറതോക്ക് ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. അതെടുത്ത് പൊട്ടിക്കും ഞാൻ. ദേ, ഈ കയ്യിലിരിക്കുന്നത് ക്ലോറോഫോമാണ്. ബഹളം വെച്ചാൽ ബോധം കെടുത്തി വലിച്ചിഴച്ചുകൊണ്ട് പോവും ഞാൻ. കുഞ്ഞെ, ഞങ്ങള് വീടിന് പുറത്തുണ്ട്. വളരെ സൂക്ഷിച്ചു വേണം അഖിലെ പുറത്തിറക്കാൻ. ശരി കുഞ്ഞെ. കുറുപ്പേട്ടൻ മനസ്സിൽ കാണുന്നത് മാനത്ത് കാണാനുള്ള ശേഷിയുണ്ട് അഖിലാണ്ടേശ്വരിക്ക്. സൂക്ഷിക്കണം. ശരി, സൂക്ഷിക്കാം. പുറത്തിറക്കാൻ പോവുക. പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ അല്ലേ? എഴുന്നേക്ക്. എഴുന്നേക്കാൻ. നടക്ക്. നടക്കാൻ. കുറുപ്പ് ഏതായാലും അഖിലയെ പുറത്തിറക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അല്ല പ്രിയങ്കേ, ഇനിയും തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരി വാഴിക്കണോ? നിക്ക്. ഏയ്, വരട്ടെ, അതിനുള്ള സമയമാകുന്നുണ്ട്. ഇറങ്ങ. നടക്ക്. എന്തെങ്കിലും അഭ്യാസം ഇറക്കിയ പൊട്ടിച്ചു കളയും ഞാൻ. ഒച്ചഴയുന്നത് പോലെ എഴയാതെ നടക്കങ്ങോട്ട്. നടക്ക്.
എന്തു പറ്റി അമ്മേ? മാഡം, അമ്മേ അമ്മേ കണ്ണു തുറക്ക്. അമ്മേ 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 ആന്റി, അഖില, അമ്മേ അമ്മേ അഖില, അഖില, അമ്മേ അമ്മേ എന്തു പറ്റി? അഖില, കണ്ണു തുറക്കമ്മേ. മോനെ എന്തു പറ്റി? അമ്മേ അയ്യോ എന്റെ ചേച്ചി, അമ്മേ എന്റെ ചേച്ചിക്ക് എന്ത് പറ്റി? എന്താ അമ്മേ? കല്യാണി കുറച്ച് വെള്ളം കൊണ്ടുവാ. അഖില, അഖില, ചേച്ചി, അമ്മേ വാ, പെട്ടെന്ന് പെട്ടെന്ന്. അഖില, അഖില, അമ്മേ കണ്ണുവർക്ക്, കണ്ണുവർക്ക്. ആനന്ദ്, പെട്ടെന്ന് ഡോക്ടറെ വിളിക്കുക. ബ്രോ ഫോൺ. പിടിക്ക്. ചേച്ചി. പതുക്കെ, പതുക്കെ. ചേച്ചി, അമ്മേ ചേച്ചി, ചേച്ചിക്ക് എന്താ പറ്റിയത്? കണ്ണോർക്ക്. ആന്റി, അഖില, ആന്റി കണ്ണു തുറക്ക്. അയ്യോ സാറേ, അഖില മേഡത്തിന് എന്ത് പറ്റി? കണ്ണുവർക്ക് അഖില. അമ്മേ അച്ഛത് എങ്ങനെ? എനിക്കറിയില്ല മോനെ. എന്നോട് ഉറങ്ങിക്കൊള്ളാൻ പറഞ്ഞു. ഞാൻ കിടക്കുകയും ചെയ്തു. പിന്നെ ഈ ശബ്ദം കേട്ടാ ഞാൻ ഉണർന്നത്. ചേച്ചി, പ്രിയങ്കേ, അഖില. ആ, അത് അഖിലയല്ല ശ്രീയേട്ടാ, രാജരാജേശ്വരിയാ. കാറെടുക്ക. എന്താ എന്താ പറ്റേ? ആദ്യം കാറെടുക്ക്, ഞാൻ പറയാം. ശ്രീയേട്ടാ, വണ്ടി എടുക്ക. വെള്ളമുണ്ടോ? ആ കുറിപ്പെല്ലാം നശിപ്പിച്ചു. എന്തു പറ്റി ആന്റി? അമ്മേ മാഡം, അമ്മേ കണക്കൂട്ടിലെല്ലാം പിഴച്ചല്ലോ ആന്റി. പദ്ധതികൾ വിചാരിച്ചടുത്തേക്ക് എത്തിയില്ലല്ലോ. എന്ത് ചെയ്യാൻ പറ്റും? എല്ലാവരും അഖിലെ കണ്ട സ്ഥിതിക്ക് എനിക്ക് അവിടുന്ന് മാറുകയല്ലേ നിവൃത്തി ഉണ്ടായിരുന്നുള്ളൂ. ഏതായാലും ആന്റി പെട്ടെന്ന് അവിടുന്ന് മാറിയത് ബുദ്ധിയായി. ഇനി എന്ത് ചെയ്യും പ്രിയങ്കേ? ഏതായാലും അഖില ആ ക്ലോറോഫോമിന്റെ മയക്കത്തിലാണല്ലോ. ആ മയക്കമൊന്ന് നീട്ടിക്കിട്ടാനുള്ള വഴിയാ ഞാൻ ആലോചിക്കുന്നത്. അതിനെന്താ പ്രിയങ്കേ? ഏതായാലും അഖിലാണ്ടേശ്വരി അവിടെ ബോധമില്ലാതെ കിടക്കല്ലേ? അപ്പോ ഒരു ഡോക്ടറുടെ സേവനം അത്യാവശ്യമല്ലേ? ആ സ്ഥിതിക്ക് ഡോക്ടർ മെർലിനെ തന്നെ അയച്ചേക്ക്. ബോധക്കേടിന് നീളം കൂട്ടാൻ എന്ത് വേണമെന്ന് മെർലിന് നന്നായിട്ട് അറിയാം. അത് നല്ല ഐഡിയ ആണല്ലോ.
ഹലോ മെർലിൻ. മെർലിൻ, വേഗം തൃച്ചംബരത്തേക്ക് ചെല്ലണം. അഖിലയ്ക്കൊരു ബോധക്കേട്. അവിടെ ചെല്ലുമ്പോ ആരാണ് വിളിച്ചതെന്ന് ചോദിച്ചാ അഖില വിളിച്ചിരുന്നു എന്ന് പറഞ്ഞാ മതി. ശരി ശരി, ഞാൻ ഇടയ്ക്ക് വിളിക്കാം. അമ്മേ, ചേച്ചി 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 കണ്ണു തുറക്ക്. യോ എന്റെ പൊന്നേച്ചി. ഡോക്ടർ വിളിച്ചോ? ആ വിളിച്ചു, ഉടൻ വരും. ഭവിഷ്യത്തുകളൊക്കെ മുൻകൂട്ടി കണ്ടേ ഈ നാഗമടുത്ത പ്രിയങ്ക ഓരോ കാര്യങ്ങളും ചെയ്യൂ. രാജരാജേശ്വരി ആന്റി ഉടുക്കുന്ന അതേ തരം സാരി തന്നെ അഖിലയ്ക്കും കൊടുക്കണമെന്നും രണ്ടുപേരും ഒരേ തരം സാരി തന്നെ ഉടുക്കണമെന്നും ഞാൻ നിർബന്ധം പറഞ്ഞതിന്റെ കാര്യം ഇപ്പൊ ആന്റിക്ക് മനസ്സിലായോ? മനസ്സിലായി. നിന്റെ ദീർഘവീക്ഷണത്തിന് അഭിനന്ദനം. ഇതൊക്കെ ഒരുതരം സാഹസികതയാ. പക്ഷേ ഈ സാഹസികതയൊക്കെ ഞാൻ ആസ്വദിക്കും. ജീവിതത്തിലെ എന്റെ എന്റർടൈൻമെന്റാ ഇതൊക്കെ. ചിലപ്പോഴൊക്കെ തോന്നും ആന്റി ഞാനൊക്കെ ഈ കാണിക്കുന്നത് ഒരുതരം കൈവിട്ട കളിയല്ലേന്ന്. ശരിയാണ്, കൈവിട്ട കളി തന്നെയാണ്. പക്ഷേ ജയിക്കുമെന്ന് ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് ഏത് ഗെയിമിന് നമ്മൾ ഇറങ്ങിയാലും അത് വിജയിച്ചിരിക്കും. നീ സംസാരിക്കുന്ന കേട്ടാ തോന്നും ഞാനെന്തോ ഭീരുവാണെന്ന്. ഒരിക്കലും ഇല്ല ആന്റി. നാഗമടുത്ത പ്രിയങ്കയ്ക്ക് രാജരാജേശ്വരി വലിയ ബഹുമാനോ. കാരണം 10 തലയുള്ള രാവണനെ പോലെയാ തൃച്ചംബരത്തെ ആനന്ദ് കൃഷ്ണൻ. തൂണിലും തുരുമ്പിലും ഏത് നിലവറകളിലും പതിയുന്ന അവന്റെ കണ്ണുകളെ കബളിപ്പിച്ച് തൃച്ചംബരത്തെ ഇത്രനാൾ ജീവിച്ചതല്ലേ. അതിനൊരു പൊന്മോതിരം പോരാ സമ്മാനം. നിങ്ങൾക്ക് ഒരു ടെൻഷനുമില്ല. തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരി എങ്ങാനും ഉണർന്നാലുള്ള കാര്യമാണ് ഞാൻ ആലോചിക്കുന്നത്. ടെൻഷൻ ആവാതെ ശ്രീയേട്ടാ. ക്ലോറോഫോമിന്റെ മയക്കത്തിൽ നിന്നും അഖില ഉണരും മുമ്പേ ഡോക്ടർ മേളിൻ അവിടെ എത്തും. അക്കാര്യത്തിൽ ഒന്നും ഭയപ്പെടണ്ട. ഇനി അഖിലയെ എങ്ങനെ അവിടെ നിന്ന് തിരിച്ചെടുക്കും എന്നതിനെ കുറിച്ചാണ് ഞാൻ ആലോചിക്കുന്നത്. കുറുപ്പേട്ടനാണല്ലോ. എടുക്കെടുക്ക്. എന്താ അവിടുത്തെ അവസ്ഥയും തിരക്ക്? ഹലോ കുഞ്ഞെ, രാജേശ്വരി മേഡത്തെ കാണാനില്ല. രണ്ടുപേരെയും കൂടെ ഒരുമിച്ച് ആരെങ്കിലും കണ്ടാൽ അതോടെ തീർന്നുമില്ല. ചെറിയൊരു പിഴവ് കൊണ്ട് സംഭവിക്കാൻ പോകുന്നതിന്റെ അപകടം ഇപ്പോഴെങ്കിലും നിങ്ങൾക്ക് മനസ്സിലായോ? അത് കുഞ്ഞെ, ഏതായാലും അധികം പേടിക്കണ്ട. രാജരാജേശ്വരി മാഡം ഞങ്ങളോടൊപ്പം ഉണ്ട്. അവിടെ എന്തായിന്ന് പറയും. അഖില മേഡം മയങ്ങിക്കിടക്കുന്നു. എല്ലാവരും വളഞ്ഞുകൂടി നിൽപ്പുണ്ട്. ആനന്ദ് സാറ് ഡോക്ടറെ വിളിച്ചിട്ടുണ്ട്. അവന്റെ ഡോക്ടർ വരുന്നതിന് മുമ്പ് നമ്മുടെ ഡോക്ടർ അവിടെ എത്തും. കുറുപ്പേട്ടൻ പേടിക്കണ്ട. അഖില പിന്നെയും ഉറങ്ങിക്കൊണ്ടേയിരിക്കും. അതല്ല കുഞ്ഞെ, എല്ലാവരും എന്നെ ശ്രദ്ധിക്കുന്നുണ്ടോ എന്നൊരു സംശയം. അത് കുറുപ്പേട്ടന്റെ വെറും തോന്നല. ഇപ്പോഴത്തെ മാനസികാവസ്ഥ ആരും ഒന്നും ശ്രദ്ധിക്കുന്നുണ്ടാവില്ല. അയ്യോ അതല്ല, ആ കല്യാണി എന്നെ സംശയത്തോടെ തന്നെയാ നോക്കുന്നത്. കുറുപ്പേട്ട, അന്തപുരത്തിലോ അടുക്കളയിലോ എന്തൊക്കെ നടന്നാലും തനിക്ക് അതിലൊന്നും ഒരു പങ്കും ഇല്ലെന്ന മട്ടിൽ നിർവികാരനായി നടക്കുന്ന ഒരു കാര്യസ്ഥൻ. അതാണ് ഇപ്പൊ തൃച്ചംബരത്തെ കുറുപ്പേട്ടന്റെ റോൾ. അത് വളരെ തന്മയത്വത്തോടെ അഭിനയിക്കും. അഭിനയം നന്നായ ആരും ഒന്നും പറയില്ല. ശരി. അഭിനയം എപ്പോഴും സ്വാഭാവികമായിരിക്കണം.
വിശ്വസനീയമെന്ന് മറ്റുള്ളവർക്ക് തോന്നണം. ആ ശരി കുഞ്ഞേ. ആ ആന്റി, ആ മൊബൈൽ ഫോൺ എന്തേ? നീ ഫോണിങ്ങിതാ. കുറുപ്പേ, ഞാനാ. ആ എന്റെ മൊബൈൽ ഫോൺ ഡൈനിങ് ടേബിളിൽ വെച്ചിട്ടുണ്ട്. അതെടുത്ത് ആരും കാണാതെ കുറുപ്പ് അഖിലയുടെ മുറിയിൽ വെച്ചേക്കണം. ഓ ശരി മാഡം. ഈ ജോലിയെങ്കിലും കൃത്യമായിട്ട് ചെയ്യാൻ നോക്ക്. ദാ പിടിക്ക്. ആ കുറുപ്പേട്ട, ഏതായാലും ബോധം വരുന്നത് വരെ കുറുപ്പേട്ടനൊന്നും പേടിക്കേണ്ട കാര്യമില്ല. ആ വിവരങ്ങൾ അപ്പൊ അറിയിക്കണം. ഓ ശരി കുഞ്ഞേ. ആ മൊബൈൽ ഫോൺ ഏതായാലും അവിടെ തന്നെ വെച്ചത് ബുദ്ധിയായി. അല്ലെങ്കിൽ മൊബൈൽ എവിടെയെന്നായിരിക്കും ആദ്യത്തെ അന്വേഷണം. അത് വന്നെത്തുന്നത് ആന്റിയിലും ആയിരിക്കും. ഇപ്പൊ ഏകദേശം ഡോക്ടർ മെർലിൻ തൃച്ചംബരത്ത് എത്തിയിട്ടുണ്ടാവും. ഡോക്ടറെ, കാര്യങ്ങളൊക്കെ ഓക്കെ ആണല്ലോ? എല്ലാം ഓക്കെയാണ്. ഓ ശരി, വന്നാട്ടെ. വരൂ ഡോക്ടറെ. ആ ഡോക്ടർ. ആ ഡോക്ടർ, ഞാൻ വിളിച്ചത് ഈ ഡോക്ടർ അല്ലല്ലോ. മാഡത്തിന് എന്താ സംഭവിച്ചത്? അല്പം മുമ്പ് ഇവിടെ ഒരു ശബ്ദം കേട്ടു. ഞങ്ങൾ എല്ലാവരും ഓടി വന്ന് നോക്കുമ്പോ അഖില സ്റ്റെപ്പിൽ ബോധമറ്റ് കിടക്കുകയായിരുന്നു. ഡോക്ടർ ഇതെങ്ങനെയാ അറിഞ്ഞത്? ഞാൻ മറ്റൊരു ഡോക്ടറെ വിളിച്ചിരുന്നു.